വാടകയ്ക്കെടുത്ത കാറിന് സമീപം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ജോബി മാത്യു ആക്രമിക്കപ്പെട്ടതാണെന്ന സ്ഥിരീകരണത്തെ തുടർന്നാണ് അതുവഴി കടന്നുപോയ വാഹനം കണ്ടെത്തുകയും ഉടമയെ പ്രതിയാക്കുകയും ചെയ്തത്. ഇടത്തിട്ടയിൽ കഴിഞ്ഞ മാസം 25-ന് രാത്രി 9:10-നായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങളിൽ നിന്നും കാറുകൾ തമ്മിൽ ഇടിച്ചതിനെ ചൊല്ലിയുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും വ്യക്തമായിരുന്നു. ദൃശ്യങ്ങളിലുള്ള കാർ 4 നാൾ മുൻപ് അബ്ദുൾ അസീസിന്റെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവ സമയം കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അബ്ദുൾ അസീസ് മാത്രമാണ് പുറത്തിറങ്ങിയതും ജോബി മാത്യുവുമായി തർക്കിച്ചതും. കാറിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ പോലീസ് ചോദ്യം ചെയ്തതായാണ് വിവരം. എന്നാൽ അബ്ദുൾ അസീസ് മുങ്ങി. രാഷ്ട്രീയ ഇടപെടലാണ് ഇയാളെ പിടികൂടുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് ആക്ഷേപം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ വീട് കിടക്കുന്ന നിലയിൽ ജോബി മാത്യുവിനെ സമീപവാസികൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതവും മുറിവുമാണ് സംശയങ്ങൾക്ക് ഇടവരുത്തിയത്. അപകടത്തിൽ സംഭവിക്കാവുന്ന തരത്തിലുള്ളതല്ല ക്ഷതമെന്ന് ഡോക്ടർ ഉറപ്പിച്ചു. ഒപ്പം തന്നെ അപകടത്തിനിരയാകുന്ന ഒരാൾക്കുണ്ടാകേണ്ട തരത്തിലുള്ള പരിക്കുകൾ ഇല്ലായിരുന്നു താനും. അബോധാവസ്ഥയിലായിരുന്ന ജോബി മാത്യു ഇടയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഭാര്യയോട് ചിലത് വെളിപ്പെടുത്തുകയും ചെയ്തു. താൻ പ്രശ്നമുണ്ടാക്കിയിട്ടില്ലെന്നും എന്നോട് ചിലർ പ്രശ്നത്തിന് വരികയായിരുന്നുവെന്നും പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവെ മരിച്ച 45-കാരന്റെ മൃതദേഹം ജൂൺ 6-ന് സംസ്കരിച്ചു. ഇടത്തിട്ടയിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു ജോബി മാത്യു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.